കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ആൾക്കാർ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ എൻ്റെ വീട്ടിലൊരു ലാഫിൻ ബുദ്ധ ഇരിപ്പുണ്ട്, ഞാനൊരു പുതിയ ലാഫിൻ ബുദ്ധ വാങ്ങിച്ചുകൊണ്ട് വെച്ചു, എനിക്ക് അത് കൊണ്ടുവച്ചിട്ട് അത്തരത്തിലൊരു പ്രോസ്പെരിറ്റിയോ ഒന്നും കിട്ടിയിട്ടില്ല, അതെന്തോ സാറേ കാര്യമെന്ന് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഒട്ടുമിക്ക കടകളിലും നമുക്ക് ലാഫിൻ ബുദ്ധ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ലാഫിൻ ബുദ്ധ പലതും അത് ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. മാത്രവുമല്ല, ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില ലാഫിൻ ബുദ്ധ വാങ്ങിച്ചുകൊണ്ട് വെക്കുമ്പോൾ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത്. അതാണെങ്കിൽ ലാഫിൻ ബുദ്ധയിൽ ഞാനൊരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ചു, ഞാനത് എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. കാരണം ഈ ലാഫിൻ ബുദ്ധ കണ്ടതിന് ശേഷം മാത്രമേ ഇത് എങ്ങോട്ടാണ് വെക്കേണ്ടത്, എവിടെയാണ് വെക്കേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ലാഫിൻ ബുദ്ധ വാങ്ങിച്ചിട്ട് എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ചിലർക്ക് ഇതിനെപ്പറ്റി കോമൺ ആയിട്ട് ചില നോളജ് ഉണ്ട്. ചിലർ ചോദിക്കും, സാർ ഇത് ലാഫിൻ ബുദ്ധ വടക്കോട്ട് നോക്കിയല്ലേ വെക്കുന്നതെന്ന്. അങ്ങനെ വടക്കോട്ട് നോക്കിയല്ലേ വെക്കുന്നതെന്ന് ചോദിക്കുന്നതിലുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇതിനെ കുബേരൻ എന്നാണ് ചിലർ പറയുന്നത്. അപ്പം നമ്മുടെ വാസ്തുപ്രകാരം വടക്ക് ദിക്ക് കുബേര ദിക്കാണ്. അതുകൊണ്ട് കുബേരനെ വാങ്ങിച്ചിട്ട് വടക്കോട്ട് നോക്കി വെക്കുന്നത് ഒത്തിരി ആൾക്കാർ നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ വടക്കോട്ട് നോക്കി വെക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധമത സന്യാസി ചൈനയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം അന്നത്തെ കാലത്ത് ഓരോ ദിവസവും ഓരോ വീടുകളിൽ വൈകിട്ടാകുമ്പോൾ വരികയും ഇദ്ദേഹം വരുന്ന നിമിഷം മുതൽ ആ വീട് സമ്പന്നതയിലേക്ക് വരാൻ തുടങ്ങുകയും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ രൂപവും അവരുടെ സൗഭാഗ്യ ചിഹ്നങ്ങളും ഇതിൻ്റെ കൂടെ വെച്ചുകൊണ്ട് വീടുകളിൽ വെക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു എനർജി, ആ ഒരു സൗഭാഗ്യം വീടുകളിലേക്ക് വരാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ ലാഫിൻ ബുദ്ധ, ചിരിക്കുന്ന ബുദ്ധൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എപ്പോഴും വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധനാണ്. നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്ന എല്ലാ ബുദ്ധനും ചിരിക്കുന്ന ബുദ്ധനാണ്. അപ്പോൾ ആ ഒരു ചിരി തന്നെ നമ്മളുടെ വീട്ടിലേക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും. അപ്പോൾ വീട്ടിലേക്ക് ഒരു സന്തോഷം കൊണ്ടുവരും. മാത്രമല്ല, ഇതിൻ്റെ കയ്യിൽ റൂയി എന്ന് പറഞ്ഞിട്ട് ഇതിരിപ്പുണ്ട്, ഒരു ദണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ ഓരോ സാധനവും ഓരോന്നിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ റൂയി എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് തരും. കഴുത്തിലൊരു മാലയുണ്ട്. ഇത് വീട്ടിലെപ്പോഴും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പണച്ചാക്കിൻ്റെ മുകളിൽ, അതായത് സമ്പത്തിൻ്റെ മുകളിലാണ് ബുദ്ധൻ നിൽക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. കയ്യിൽ 6 ചൈനീസ് നാണയങ്ങൾ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സമ്പത്ത് വരാനും ആ സമ്പത്തിനെ നിലനിർത്താനുമായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു മരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ഒരു ഉലുവും അതിൻ്റെ പൂവുമുണ്ട്. ഇത് നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരും. അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ടാണ് ബുദ്ധ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധയെ നമുക്ക് വാങ്ങിച്ചിട്ട് യഥാർത്ഥത്തിൽ ഇതൊരു വീട്ടിൽ എവിടെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം കിഴക്കോട്ട് ദർശനമുള്ളൊരു വീടിൻ്റെ ലിവിങ് എടുക്കുമ്പോൾ ലിവിങ്ങിൻ്റെ സൗത്ത് ഈസ്റ്റിലാണ് ഈ നമുക്ക് മെയിൻ ഡോർ നിൽക്കുന്നതെന്ന് സങ്കല്പിക്കുക. സൗത്ത് ഈസ്റ്റിലാണ് മെയിൻ ഡോർ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ അവിടെ നിന്ന് വരുന്ന ഓപ്പോസിറ്റ് സ്ഥലത്തായിട്ട് വെക്കാനാണ് പലരും നിർദ്ദേശിക്കുന്നത്. അവിടെ വെക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ എനർജി സ്പോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ സൗത്ത് ഈസ്റ്റിലാണല്ലോ നമ്മുടെ മെയിൻ ഡോർ നിൽക്കുന്നത്. അപ്പോൾ ആ ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ, അതാണ് ആ വീടിൻ്റെ കറക്റ്റ് എനർജി സ്പോട്ട്. അവിടെ വെക്കുന്നതാണ് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. പിന്നെ ചില ബുദ്ധൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫോഗിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ബുദ്ധയുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രധാന ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് പുറത്തേക്ക് പോകത്തേ ഉള്ളൂ, നമ്മളിലേക്ക് സമ്പത്ത് വരില്ല. അതെനിക്ക് തന്നെ ചില ലാഫിൻ ബുദ്ധ എന്ന് പറയുന്നത് ഒരു വാദം മുന്നോട്ടും ഒരു വാദം പിന്നോട്ടും ഇരിക്കുന്ന ലാഫിൻ ബുദ്ധയുണ്ട്. അത് പ്രധാന ഡോറിലോട്ട് വെക്കുകയാണെങ്കിൽ അത് പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു ബുദ്ധയാണ്. അത് നമ്മുടെ വെൽത്തിനെ നഷ്ടപ്പെടുത്തും. അത് പുറത്തോട്ട് ഇറങ്ങിപ്പോവുകയും നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധനാണ് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പ്രധാന ഡോറിൽ നിന്നും ഉള്ളിലേക്ക് വരുന്നത് പോലെ അത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഒരു ലാഫിൻ ബുദ്ധ എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ നമ്മളൊരു 10 ലാഫിൻ ബുദ്ധയുടെ ഷോപ്പിലിരിക്കുന്നത്, നമ്മൾ എടുത്ത് ഓരോ ലാഫിൻ ബുദ്ധയും നല്ലതുപോലെ നോക്കുമ്പോൾ നമ്മളെ
നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ലാഫിൻ ബുദ്ധ കാണും. ആ ലാഫിൻ ബുദ്ധ എടുക്കുന്നതാണ് അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ അതിൽ എന്തെങ്കിലും ഡാമേജുകളോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് വെക്കുമ്പോൾ അത് ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല. അതിനെ ഒരു എനർജൈസ് ചെയ്ത് അതിനെ പ്രോഗ്രാം ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ വാങ്ങിച്ച് വെക്കുന്നതിനേക്കാൾ 10 മടങ്ങ് അതിൻ്റെ എനർജി കൂടും. ഇപ്പോൾ ഒരു ലാഫിൻ ബുദ്ധയ്ക്കകത്ത് അതിൻ്റെ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയാനും അതിനെ ഊർജ്ജവൽക്കരിക്കാനും ആ പവർ അതിൽ നിലനിർത്താനുമായിട്ടുള്ള ഒത്തിരി ടെക്നിക്കുകളുണ്ട്. അതെപ്പോഴും നിങ്ങളൊരു മാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫെങ്ഷി കൺസൾട്ടൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളിത് വാങ്ങിക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. കാരണം പുറത്തുനിന്നൊരു സ്ഥലത്ത് വാങ്ങിച്ച് വെക്കുന്നതിനേക്കാൾ 10 മടങ്ങ് നിങ്ങൾ ആ കൊടുക്കുന്ന പൈസയ്ക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. 10 മടങ്ങ് അതിൻ്റെ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ലാഫിൻ ബുദ്ധകൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വെക്കുന്ന ലാഫിൻ ബുദ്ധ ഏതായാലും ഒരു കൺസൾട്ടനെ കണ്ട് ഇത് ഏത് രീതിയിൽ വെക്കണം, എങ്ങോട്ട് വെക്കണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അത് പ്രോഗ്രാം ചെയ്ത് തന്നെ വെക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ലാഫിൻ ബുദ്ധ കൊണ്ട് വെച്ചിട്ട് ഒരുപാട് നേട്ടങ്ങളുള്ള ഒത്തിരി ആൾക്കാർ, ഇപ്പം നമ്മൾ ഇവിടുന്ന് പലർക്കും ലാഫിൻ ബുദ്ധ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് വെച്ചിട്ട് അവർ വിളിച്ചു പറയുന്നുണ്ട് ലാഫിൻ ബുദ്ധ വെച്ചിട്ട് നമുക്ക് ഇന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ലാഫിൻ ബുദ്ധ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളും തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ലാഫിൻ ബുദ്ധേൻ്റെ സൈസും ചില വളരെ ചെറിയ ലാഫിൻ ബുദ്ധ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു വീട് കൺസൾട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് പറയും ലാഫിൻ ബുദ്ധ വെക്കും, ഒരു ലാഫിൻ ബുദ്ധ വെക്കും. ആ ലാഫിൻ ബുദ്ധ ഇരിപ്പുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് വളരെ നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ചെറിയ ലാഫിൻ ബുദ്ധ ഉണ്ട്. ഇതിവിടെ ഇരിപ്പുണ്ടെന്ന് പറയും. പക്ഷെ അത്രയല്ല, നമുക്ക് ഒരു കുറച്ച് കാണത്തക്ക രീതിയിൽ കുറച്ച് സൈസുള്ള ഒരു ലാഫിൻ ബുദ്ധ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് നമ്മൾ എപ്പോഴും അഴുക്കും പൊടിയൊന്നും കയറാതെ എപ്പോഴും നല്ല തുടച്ച് വൃത്തിയാക്കി വെക്കണം. ചിലർ ഇതിൻ്റെ മുന്നിൽ പൂക്കളൊക്കെ ഇടുന്നവരുണ്ട്, ഇതിൽ വിളക്ക് കത്തിച്ച് വെക്കുന്നവരുണ്ട്, ചന്ദനത്തിരി കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഇതിൽ യാതൊരുവിധ നിർബന്ധവുമില്ല. ഒരു നിർബന്ധമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊടിപടലങ്ങളൊന്നും കയറാതെ എപ്പോഴും തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.